ഒമാനിൽ നടക്കുന്ന മൂന്നാം ഘട്ട ചർച്ചയിലും വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അവിടെ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമാധാന ചർച്ചയ്ക്കാണ് മൂന്നാം ഘട്ടത്തിൽ ഒമാൻ വീണ്ടും വേദിയാകുന്നത്. വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയാണ് ഇതിന് നേതൃത്വ പങ്കാളിത്തം വഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒമാനിലെത്തിയിരിക്കുന്ന ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുമായിട്ടുള്ള ആദ്യഘട്ട ചർച്ചയോടനുബന്ധിച്ച് നിലപാടിൽ മയപ്പെടുത്താൻ വേണ്ടി അമേരിക്ക തയ്യാറാവുകയാണെങ്കിൽ മാത്രമേ ഈ ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ വിജയിക്കൂ എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന തരത്തിലാണ്. ഇസ്രായേലുമായിട്ടുള്ള അഭിപ്രായങ്ങളും ആ നിലപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തങ്ങൾ പറയുന്നത് അമേരിക്കയ്ക്ക് വലിയ തൃപ്തിയൊന്നുമില്ല. അവർക്ക് തൃപ്തിയുള്ള കാര്യം മാത്രമേ പറയൂ എന്ന് ശഠിക്കുന്നത് തെറ്റായിരിക്കുന്ന കാര്യമാണ്. സ്റ്റീവ് വിറ്റ്കോഫിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹമായിട്ടുള്ള സംഭാഷണത്തിനോടനുബന്ധിച്ചാണ് ചില കർക്കശമായിരിക്കുന്ന നിലപാടുകൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ വിട്ടുവീഴ്ച മനോഭാവമില്ലാത്ത രീതി വരുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു യുദ്ധം വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും അതിൻ്റെ ഭവിഷ്യത്തുകൾ എല്ലാ രാജ്യത്തിനും സാരമായിട്ട് ബാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കണമെന്ന് ഒമാൻ്റെ വിദേശകാര്യമന്ത്രി ബുസൈദി പറഞ്ഞതായിരിക്കുന്ന വിവരം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്.